മഴക്കാലത്ത് ഷാമ്പു യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുടി അടപടലം പൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, മഴക്കാലത്ത് നിങ്ങൾ ഡെയിലി വാഷ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡ്രൈ ആവാൻ നോക്കുക കേട്ടോ. നനഞ്ഞ മുടി കെട്ടി വെക്കാതിരിക്കുക. നമ്മൾ നനഞ്ഞ മുടി ഡ്യൂട്ടിക്കോ എന്ത് വർക്കിനോ പോയിക്കോട്ടെ, ആ സമയത്ത് നമ്മൾ കെട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫംഗസ്, മുടിക്കായ വരാനും സ്പ്ലിറ്റൻസ് കൂടാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. വീക്കിലി ട്വൈസോ ത്രൈസോ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ വീര്യം കൂടിയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുക. മൈൽഡ് ഷാമ്പു, ബേബി ഷാമ്പു ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എപ്പോഴൊക്കെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യണ്ടോ അപ്പോഴൊക്കെ നിങ്ങളൊരു കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി കണ്ടീഷണർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടീഷണറായിട്ടോ പാക്കായിട്ട് വീക്കിലി വൺസ് വെച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷണറാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് 4 ഗ്ലാസ് വെള്ളത്തിലോട്ട് നമുക്ക് ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു ഫ്ലാക്സ് സീഡിൽ തരുന്നുണ്ട് എന്നുള്ളത്. അതിലോട്ട് ഒരു 2 വെണ്ടയ്ക്കയും പിന്നെ ഒരു പിടി കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ബോയിലാക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബോയിൽ ചെയ്യിപ്പിക്കണം. പൈസ കൊടുത്ത് നമ്മൾ ഓരോ കണ്ടീഷണർ മേടിക്കണമെന്നില്ല. വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. മഴക്കാലത്ത് നമ്മുടെ ഹെയർ ഡ്രൈ ആവാനും ഫ്രിസി ആവാനും ഉള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഈ ഒരു കണ്ടീഷണർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വീക്കിലി ട്വൈസ് വെച്ച് നിങ്ങൾ ഈ ഒരു പാക്കായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മോയ്സ്ചറൈസിങ് പ്രൊവൈഡ് ചെയ്യാൻ സിൽക്കി ഹെയർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി കണ്ടീഷണർ തന്നെയാണ് ഇത്. നല്ല രീതിക്ക് തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നോർമൽ വാട്ടർ വെച്ചിട്ട് വീണ്ടും വാഷ് ചെയ്ത് കളയാം കേട്ടോ. നല്ല രീതിക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ തല തോർത്തുമ്പോൾ നമ്മൾ ഹാർഡായിട്ട് തല തോർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹാർഡായിട്ടുള്ള ടവൽ യൂസ് ചെയ്യാതിരിക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ബെനിഫിറ്റ്സ് കിട്ടും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരയ്ക്കും. ലവ് യു ആൻഡ് ബൈ.